എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ പോളിച്ചേട്ടനാണ്. നമ്മൾ ഒരുപാട് ചരിത്ര എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതാണ് പോളിച്ചേട്ടൻ. ഇപ്പോൾ പോളിച്ചേട്ടൻ പറയുന്നൊരു പുതിയ അറിവല്ല, പക്ഷേ കുറേ പേർക്ക് അറിവില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചാലക്കുടി ഞെട്ടിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 പേരെ ഒരു നായ കടിച്ചു. ഈ നായ കടിക്കുകയോ അതല്ലെങ്കിൽ നായ ഇപ്പോൾ കുറുകെ ചാടി, ബൈക്കിൻ്റെ മുന്നിൽ കുറുകെ ചാടി നമ്മൾ വീണു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ സത്യത്തിൽ ഒരു പൗരന് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കിട്ടാനായിട്ട് അവകാശമുണ്ടോ? എവിടെയാണ് സമീപിക്കേണ്ടത്? ഏത് അതോറിറ്റിയാണ് ഇതിൽ ഇടപെടൽ? എവിടെ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പണം, മറ്റു കാര്യങ്ങൾ, നഷ്ടപരിഹാരം, മറ്റും സംഗതികളും അർഹത ഉണ്ടെങ്കിൽ കിട്ടുന്നത്? നമ്മൾ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്, അപേക്ഷ കൊടുക്കേണ്ടത്? ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് പോളിച്ചേട്ടൻ ഇപ്പോൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഈ തെരുവുനായ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നാം എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ്? ചാലക്കുടിയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ബൂമറാങ് പൊളിറ്റിക്സാണ്. ബൂമറാങ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടും നമ്മൾ ഒരു സ്ഥലത്തേക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ്, എന്നാലും നമ്മൾ അങ്ങോട്ടേക്ക് ഒരു കത്തയക്കുന്നു. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇത് കിട്ടില്ല എന്ന് അവിടുന്ന് മറുപടി വരുമ്പോൾ അത് അവരുടെ തലയിൽ കുറ്റം വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള ബൂമറാങ് പൊളിറ്റിക്സ് അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു അവബോധം കൂടിയാണ് പോളിച്ചേട്ടൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം. വളരെ ആധികാരികമായി പറയാവുന്ന ഒരു ആളൊന്നുമല്ല ഞാൻ, എങ്കിലും എൻ്റെ ഒരു അറിവിൽപ്പെട്ടിടത്തോളം 2018 മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ആയിട്ട് പട്ടികളുടെ കടി മാത്രമല്ല, വിഷബാധ മാത്രമല്ല, റോഡ് മുറിഞ്ഞ് കിടക്കുമ്പോൾ വട്ടം ചാടുക, അല്ലെങ്കിൽ കുറുക ചാടുക, അല്ലെങ്കിൽ പട്ടി ഓടിച്ച് അപകടം സംഭവിക്കുക, അങ്ങനെ വിവിധങ്ങളായ ഇതുകൾ പലതരം കോടതികളിലായിട്ട് നിരവധിയായ അപേക്ഷകളും പരാതികളും വന്നു. ഈ കേരളത്തിലെ വിവിധ കോടതികളെല്ലാം കൂടി സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന് വേണ്ടി സമർപ്പിച്ചു. അപ്പോൾ 881 പരാതികൾ 2018 ആയപ്പോൾ വന്നു. ആ പരാതികൾ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു തീരുമാനത്തിലെത്തി. കേരളത്തിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. അതിൻ്റെ പേരാണ് ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി. ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റിയിൽ ജഗനെ കൂടാതെ നമ്മുടെ നിയമ വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരാൾ വരും, നമ്മുടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഒരാൾ വരും. അങ്ങനെ 3 അംഗ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് പരമാര റോഡിലാണ്. രാവിലെ 10 മണിക്ക് ഓഫീസ് ആരംഭിച്ച് 5 മണിക്കാണ് ഓഫീസ് അടയ്ക്കുക. ആ സമയം വരെ നമുക്ക് വെറും വെള്ള കടലാസിൽ നമുക്ക് ആ ഓഫീസിലെത്തി പരാതി കൊടുക്കാം. ഇപ്പോൾ പട്ടി കടിച്ചത് മാത്രമാണെന്നില്ല, വേഷവിഷ ഏറ്റത് അതും മാത്രമാണെന്നില്ല, പട്ടി ഓടിപ്പിക്കാം, തെരുവുനായ്ക്കൾ ഓടിപ്പിക്കുന്നത്, തെരുവിലൂടെ വരുമ്പോൾ നമ്മുടെ കുറുകെ ചാടുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, ഇപ്പോൾ ഇതിനടിസ്ഥാനപരമായ തെളിവുകൾ നൽകുക, ഇതിനടിസ്ഥാനപരമായ രേഖകൾ സമർപ്പിക്കുക. അപ്പോൾ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ, ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകൾ, ആശുപത്രി ചികിത്സിച്ച അതിൻ്റെ മരുന്നിൻ്റെ കുറിപ്പുകൾ എല്ലാം അടങ്ങിയ ലിസ്റ്റ് അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ ഹിയറിങ്ങിന് വിളിക്കും. നമ്മുടെ ഫോൺ നമ്പർ വയ്ക്കണം, വെറുതെ വെള്ള കടലാസ് എഴുതി കൊടുത്താൽ മതി, വേറെ പ്രത്യേക റെക്കമെൻഡേഷനൊന്നും ആരും വേണ്ട, ആവശ്യം അതിനകത്തില്ല. അവരോട് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹിയറിങ്ങിന് പിന്നെ വിളിക്കുമ്പോൾ ഹിയറിങ്ങിന് അവർ തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കും. ഏത് പ്രദേശത്ത് വെച്ചാണ് പട്ടി കടിച്ചത്? ഇപ്പോൾ ഞാൻ പരിഹാരത്തുള്ള ആളാണെങ്കിൽ എന്നെ പട്ടി കടിച്ചാൽ പട്ടി ഓടിപ്പിച്ചോ, പട്ടി കുറുകെ ചടിച്ചതോ ചാലക്കുടി മുനിസിപ്പാലിറ്റി വെച്ചാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആ സംഭവിച്ച സ്ഥലത്തെ കമ്മിറ്റിയാണ്. അങ്ങനെ ഏതാണ്ട് 881 അന്നത്തെ കേസുകൾ തന്നെ 749 ഫയലുകൾ തീർപ്പാക്കി പൈസ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ പൈസ കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റാണ്. മുഴുവൻ പേരും വായിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരങ്ങൾ ഞാൻ ഒരു ചെറിയ തോതിലെങ്കിലും വായിക്കും. ഇപ്പോൾ ഇതിനകത്ത് മുനിസിപ്പാലിറ്റികളുടെ ഉണ്ട്, പഞ്ചായത്തുകളുടെ ഉണ്ട്. 1,28,000 രൂപ ഈ പിറവം മുനിസിപ്പാലിറ്റി സമീപകാലത്ത് തന്നെ 8/7/2020 നിലനിന്ന ഒരു കേസിൻ്റെ വിധിയാണ് വന്നത്. അതുകൂടെ കൊടുക്കാൻ തയ്യാറാവേണ്ട ഇതുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിനും 3,81,658 രൂപയാണ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിന് വന്നിരിക്കുന്നത്. അത് 3 ലക്ഷം. അത് 25/8/2020 വിധിയാണ്. ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ വിധികളാണ്. ഈ പണം കൊടുക്കേണ്ടത് തദ്ദേശഭരണ എവിടെ വെച്ചാണ് ഈ പട്ടിയെ ആക്രമിക്കുന്നത്, പട്ടിയെ ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പട്ടിയാൽ നമുക്ക് കടിയേൽക്കുന്നത്, പട്ടി കുറുകെ ചാടുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ വാഹന നഷ്ടം, നമ്മുടെ ജീവനഷ്ടം, ഇതിനൊക്കെ മരണപ്പെട്ട വലിയ സംഖ്യയാണ് വിധിക്കുന്നത്. അത് ഞാൻ ആ ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇതിന് കൃത്യമായൊരു സംവിധാനം ഉണ്ട്, ഇതിൻ്റെ ആഫീസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ വിഷയം വരുമ്പോൾ നമ്മൾ ചെല്ലേണ്ട സ്ഥലം, അപേക്ഷ കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളുടെ മുമ്പിലും ഇങ്ങനെ ഒരു ബോർഡ് പ്രദർശിപ്പിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ചാലക്കുടി എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ തൊട്ടടുത്ത എനിക്കറിയില്ല, ഞാൻ അവിടെ അങ്ങനെ സൂക്ഷ്മമായി എവിടെയെങ്കിലും ബന്ധിപ്പിച്ചൊന്നും അറിയില്ല. പക്ഷേ തൊട്ടടുത്ത കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളൊക്കെ അപേക്ഷ കൊടുക്കേണ്ടത്, അവരുടെ അഡ്രസ്സുകൾ, അവരുടെ ഫോൺ നമ്പർ, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതിനെ കുറിച്ച് കൃത്യമായ രേഖ. നമ്മൾ എവിടെയാണ് നേരിട്ടാണ് കൊടുക്കേണ്ടത്? നേരിട്ട് ഈ കക്ഷിക്ക് നേരിട്ട് വെള്ളക്കടലാസിൽ എറണാകുളത്ത് പരമാര റോഡ്, പരമാര റോഡിൽ ചെന്നാൽ അവിടെ ഓഫീസ് സമയത്തിൽ ഈ പറഞ്ഞ 10 മണി മുതൽ 5 മണി സമയത്ത് ചെയ്യാം. ഫോൺ നമ്പറുണ്ട്. അതിനെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ വസ്തുത എന്നിരിക്കുന്നത്. നമ്മൾ ഈ എന്താ പറയുക, ഉണ്ടയില്ലാ വെടികളാണ് ഇപ്പം ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ആളുകളെ പൊട്ടന്മാരാണ്. അതിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് റിലീഫ് ഫണ്ടുകളുണ്ട്,
സംസ്ഥാന CM-ന് CMDRF ഉണ്ട്. പ്രാദേശികമായിട്ട് CMDRF-നെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചൊരു നിയമനിർമ്മാണ സംവിധാനം ഉണ്ടാവും. അതിനകത്ത് നിന്നിട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത എന്ത് ചെയ്യുന്നതിനകത്തും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. പിന്നെ ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ നമുക്ക് ട്രസ്റ്റ് എന്ന രീതിയിലോ വലിയ സുമനസ്സുകളുടെ കയ്യിൽ നിന്ന രീതിയിലൊക്കെ സംഭാവനകൾ റിലീഫ് ഫണ്ട് ഔദ്യോഗികമല്ല അനൗദ്യോഗിക രൂപേണ കൈകാര്യം ചെയ്യാം. അതായത് ജനങ്ങളുടെ തന്നെ ഫണ്ട് അതിന് പല പേര് ഓമനപ്പേരുകൾ വേണമെങ്കിൽ ഇടാം. ചെയർമാൻ ഫണ്ടെന്നോ പ്രിൻസിപ്പൽ ഫണ്ടെന്നോ ഒക്കെ പറഞ്ഞ് ഏതെങ്കിലും പേരിട്ട് ചെയ്യാം എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പരിമിതികൾ ഉണ്ടാകും. അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാത്ത എന്തും ചെയ്യാം. ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്തൊക്കെ വരുന്നത് അതാത് കാലത്തുള്ള ഭേദഗതികൾ വന്നിട്ടുണ്ടാവും. ആ ഭേദഗതികളുടെ അവർ പരിശോധന. അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പെട്ടി തെരുവ് നായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് മേനകാ ഗാന്ധിയുടെ പേര്. സ്വാഭാവികമായിട്ടും ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയാണ് ഇതിന്റെ ഏറ്റവും ഉന്നതമായ ലെവലിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ ശരിക്കും കുറേ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പൊതു താല്പര്യ ഹർജി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കേണ്ടത് എവിടെയാണ്? അല്ല, ഇപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു തീരുമാനം വന്നപ്പോൾ നമ്മുടെ സിരി ജഗൻ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ ഇനി തുടരേണ്ടതില്ല. ഹൈക്കോടതികളിൽ തന്നെ പ്രത്യേക ഒരു ഭാഗം വെച്ചുകൊണ്ട് ഒരു ബെഞ്ച് വെച്ചുകൊണ്ട് ചെയ്യാം എന്ന രീതിയിൽ വന്നപ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ചില വ്യക്തികൾ, ചില ട്രസ്റ്റുകൾ, സംഘടനകൾ, കാരണം വളരെ ലളിതമായും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനം ഉള്ളപ്പോൾ അത് മറികടക്കേണ്ട, അത് വേറൊരു രൂപേണ വരണ്ട എന്ന് വെച്ചാൽ അവർ സുപ്രീം കോടതി സമീപിച്ചു. പക്ഷേ സുപ്രീം കോടതി തള്ളി കളഞ്ഞു. അതങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷനെ ഏത് കാലത്തേക്കായിട്ട് വയ്ക്കാൻ പറ്റില്ല, ഒരു പരിമിത കാലത്തേക്ക് പറ്റുള്ളൂ. അതിന് വീണ്ടും ഹൈക്കോടതികളെ സമീപിക്കേണ്ടി വരും എന്ന് പറയും. മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു ഇതിനിപ്പോൾ മേനകാ ഗാന്ധിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു പോളിസി എന്ന നിലയിലുണ്ടായിരുന്നു, ABC പോളിസി. അതായത് ബർത്ത് കൺട്രോൾ, ആനിമൽ ബർത്ത് കൺട്രോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് പുനരാലോചിക്കേണ്ടി വരും. അതൊരു ശാശ്വതമായ പരിഹാരമാണ്. ഇതെങ്ങനെ പരിഹരിക്കാം? കാരണം ബർത്ത് കൺട്രോളിന് വാക്സിനേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു പല സംവിധാനങ്ങളുണ്ട്. അതൊന്നും ഫലപ്രദമാവുന്നില്ല. കാരണം ഇതിപ്പോൾ പൊതുസമൂഹത്തിന് ഇതിനകത്തൊരു ഭാഗമുണ്ട്. കാരണം നായകൾ മുഴുവൻ തെരുവിലുണ്ടാവുന്നതല്ല, വീടുകളുണ്ടാവുന്ന നായകൾ ഔഷധം അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അടുത്തിടെ നഗരസഭ എടുത്തേണ്ട തീരുമാനം പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി കൊടുക്കാമെന്നാണ്. അത് അങ്ങനെ ഹൈക്കോടതി കൊടുക്കുമ്പോൾ നിലവിലുള്ള കമ്മിറ്റി ഉള്ളതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഹൈക്കോടതി പറയാം അത് അവിടെ സ്വീകരിക്കാണ്ട് ഇത് ഇവിടെ കൊണ്ടു കൊടുക്കാൻ പറയാം. അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ സ്വീകരിച്ചിട്ട് തന്നെ സമയബന്ധി നമ്മൾ, പക്ഷേ അതിന് ഒരുപാട് സമയം പിടിക്കില്ലേ? നമ്മുടെ സിവിൽ കേസുകളെക്കാളും കൂടുതൽ സമയം പിടിക്കും ഇത്രയും അത്യാഹിത കേസുകൾക്ക്. ഒരു വിധി വന്ന് 5 or 6 കൊല്ലം കഴിഞ്ഞിട്ട് വിധി വന്നിട്ട് കാര്യമല്ലോ. രോഗം വന്നവർക്ക് എത്രയും അടിയന്തരമായിട്ട് സഹായം കിട്ടേണ്ട സംവിധാനം, അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് വരുത്തേണ്ടത്. അത് നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കല്ലെങ്കിൽ ബൂമാറാങ്ങ വരെയാവും. ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് ബൂമാറാങ് പൊളിറ്റിക്സ് ആണ്. അത് ഇവിടെ നടക്കാത്ത കാര്യം നേരെ എടുത്ത് മുകളിലേക്ക് അടിക്കുക. അപ്പോൾ അവിടെ തിരിച്ചു വരില്ല. എന്തായാലും അവർക്ക് അറിയാം, എന്തായാലും അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സാധനം. തിരിച്ചു വരുമ്പോൾ അതിന്റെ കുഴപ്പം പറയാം, അവിടെയാണ് കുഴപ്പം, അതുകൊണ്ടാണെന്ന് പറയാം. അതായത് നടക്കില്ല എന്നുള്ള ഇനിയിപ്പോൾ ഇവിടെ വരെയത്തുള്ളൂ. സുപ്രീം കോടതിക്കും ഐക്യരാഷ്ട്രസഭയ്ക്കൊക്കെ ഇത് പോകുന്നുള്ളൊരു ഭയത്തിലാണ് നമുക്ക്. അതായത് കൃത്യമായി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ആലോചന നടത്തി അതിന് കൃത്യമായ ഒരു സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്താവുന്ന സംവിധാനം നമുക്ക് ഉണ്ടല്ലോ. ഇപ്പം അത് ചെയ്യാതെ നമ്മൾ ഈ ബൂമാറാങ്ക് അടിച്ചടക്കുന്നത് അതൊരിക്കലും ശാശ്വതമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം. കൃത്യമായ സംവിധാനമാണ്. ഞാൻ പറഞ്ഞില്ല, 249 പേരുള്ള ലിസ്റ്റ് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഉണ്ട്. മുഴുവൻ ലിസ്റ്റ് എടുത്തില്ലെങ്കിൽ കൃത്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും കൊടുക്കേണ്ട കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ അറിവ് പ്രയോഗിക്കുക. നമ്മളെ ഏത് സമയവും നമ്മൾ അപകടത്തിലും മറ്റു കാര്യങ്ങളും പെടാം. വണ്ടി ഓടിച്ച് പോകുമ്പോഴായിരിക്കും ഒരു പട്ടി ആടുന്നത്. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടാൻ അവകാശമുണ്ട്. അത് കൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് പരമാര റോഡ്, കൊച്ചിയിലുള്ള പരമാര റോഡിലുള്ള ഓഫീസിലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള അറിവ് പകരുന്ന സംഭവങ്ങളെല്ലാം തദ്ദേശ ഭരണ ഓഫീസുകളിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കേണ്ടതാണ്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. എന്തായിരുന്നാലും നമുക്ക് ഇത്തരത്തിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ നഷ്ടപരിഹാരം കിട്ടാൻ അവകാശമുണ്ട്. നമുക്ക് ആ വഴി നമ്മൾ തേടേണ്ടതുമാണ്. ഈ അറിവ് നിങ്ങൾ ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.